ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ് പ്രഭാസ്. കരിയറിലെ പരാജയങ്ങളൊന്നും താരമൂല്യത്തിന്റെ കാര്യത്തിൽ പ്രഭാസിനെ ബാധിക്കുന്നതേ ഇല്ല എന്നതാണ് സത്യം. പ്രഭാസ് ചിത്രങ്ങളൊക്കെയും പല താരങ്ങളെയും അമ്പരപ്പിക്കുന്ന തരത്തിൽ ബിഗ് ബജറ്റിലാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെലുങ്കിലെ വിതരണാവകാശത്തിൽ മുൻപന്തിയിലായിരുന്ന ബാഹുബലിയും സലാറും സാഹോയും അടക്കമുള്ള പ്രഭാസിന്റെ തന്നെ ചിത്രങ്ങളെയൊക്കെ പ്രഭാസ് തന്നെ തൂക്കിയടിച്ചിരിക്കുകയാണ്. കൽക്കി 2898 AD എന്ന ചിത്രം വമ്പൻ തുകയാണ് വിതരണാവകാശമായി നേടിയിട്ടുള്ളത്. ചിത്രം നേടിയത് 145 കോടിയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചിത്രത്തിന്റെ പ്രീ റിലീസ് ഹൈപ്പ് ഇതോടെ വർദ്ധിച്ചിരിക്കുകയുമാണ്. പ്രേക്ഷകർ ഏറെ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൽക്കി 2898 AD. പ്രഭാസ്, കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ തുടങ്ങിയവർ ഒന്നിക്കുന്ന വലിയ താരനിരയുള്ളതുകൊണ്ടും സയൻസ് ഫിക്ഷൻ കഥയായതിനാലും ചിത്രത്തിലുള്ള പ്രതീക്ഷ ഏറെയാണ്. മുൻപ് പുറത്തുവിട്ട കൽക്കിയിലെ കഥാപാത്രങ്ങളായ ഭൈരവ, അശ്വത്ഥാമ, ബുജി എന്നിവരെയൊക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ചിത്രത്തിലെ വില്ലനായി ഉലകനായകൻ കമൽഹാസൻ എത്തുമോ എന്ന സംശയവും പ്രേക്ഷകരിലേക്ക് അണിയറ പ്രവർത്തകർ എത്തിച്ചിട്ടുണ്ട്. 2 ഭാഗങ്ങളായിട്ടായിരിക്കും കൽക്കി എത്തുകയെന്നും ഇതിൽ ജൂണിൽ ഇറങ്ങുന്ന ആദ്യ ഭാഗത്ത് 20 മിനിറ്റ് സമയത്തേക്കായിരിക്കും കമൽഹാസന്റെ റോൾ ഉണ്ടാവുകയെന്നും പ്രതിനായക വേഷമായിരിക്കും കമൽഹാസൻ ചെയ്യുന്നത് എന്നുമുള്ള വിവരങ്ങളാണ് തെലുങ്കിൽ പ്രചരിച്ചിട്ടുള്ളത്. ജോർജ് സ്റ്റോജിൽകോവിച്ച് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ എഡിറ്റർ കോട്ടഗിരി വെങ്കടേശ്വര റാവു ആണ്. തമിഴകത്തെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ സന്തോഷ് നാരായണനാണ് ചിത്രത്തിലെ പാട്ടുകൾ ഒരുക്കുന്നത്. 600 കോടി ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിൽ 8 മാസം നീണ്ടുനിന്ന VFX വർക്കാണ് നിലവിൽ നടത്തിയിട്ടുള്ളത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മുൻപ് വന്ന റിപ്പോർട്ട് അനുസരിച്ച് വമ്പൻ തുകയ്ക്ക് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സിന്റെ വിൽപ്പനയും നടന്നിട്ടുണ്ട്. 110 കോടിയാണ് ഹിന്ദി ഡിജിറ്റൽ റൈറ്റ്സ് മാത്രം ചിത്രത്തിൻ്റെതായി വിറ്റുപോയിട്ടുള്ളത്. എന്തായാലും ഹിന്ദിയിൽ മാത്രം ഇത്രയും വലിയ തുകയ്ക്ക് വിൽപ്പന നടന്ന സ്ഥിതിക്ക് മറ്റ് ഭാഷകളിലേക്ക് കൂടി എത്തുമ്പോൾ റെക്കോർഡ് വിലയായിരിക്കും ഡിജിറ്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ ചിത്രത്തിന് ലഭിക്കുന്നത്. കൽക്കിയുടെ വിജയത്തിനൊപ്പം സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു തിരിച്ചുവരവ് പ്രഭാസിൻ്റെതാണ്. വലിയ കൊട്ടിഘോഷങ്ങളൊന്നുമില്ലാതെ സിനിമയിലെത്തി പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു മുന്നേറിയ പ്രഭാസിന്റെ വിജയം പടിപടിയായിട്ടായിരുന്നു. ബാഹുബലി എന്ന ഒറ്റ സിനിമയിലൂടെ പ്രഭാസിന് ലഭിച്ച അംഗീകാരവും പ്രശസ്തിയും ബഹുമാനവും ഒക്കെ സ്വപ്നം കാണാൻ കഴിയുന്നതിനും അപ്പുറമാണ്. തെലുങ്ക് സിനിമാ ലോകത്തെ നാഷണൽ ലെവലിലേക്ക് ഉയർത്തിയ നടനെന്ന നിലയിൽ പ്രഭാസിനോട് എന്നും തെലുങ്ക് സിനിമാ ലോകം കടപ്പെട്ടിരിക്കും. പക്ഷെ ഇപ്പോൾ പ്രഭാസിന്റെ കരിയറിന്റെ അവസ്ഥ ആരാധകരെ നിരാശപ്പെടുത്തുന്നതാണ്. ഈശ്വർ എന്ന ചിത്രത്തിലൂടെയാണ് പ്രഭാസ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. വർഷം എന്ന സിനിമ അദ്ദേഹത്തിന് കരിയർ ബ്രേക്ക് നൽകി. രാജമൗലിയുടെ ഛത്രപതി എന്ന സിനിമ ആ സ്റ്റാർഡത്തിന് തിളക്കം നൽകുകയും ചെയ്തു. തുടർന്നിങ്ങോട്ട് ഉയർച്ച താഴ്ചകൾ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രഭാസിന്റെ വളർച്ച. ഡാർലിംഗ്, മിസ്റ്റർ പെർഫെക്റ്റ് എന്നീ സിനിമകളിലൂടെ പ്രഭാസ് ആദ്യം കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്തു. രാഘവേന്ദ്ര, അടവി രാമുഡു, ചക്രം, പൗർണമി, മുന്ന, ബുജ്ജിഗഡു, ബില്ല, ഏക് നിരഞ്ജൻ, റിബൽ തുടങ്ങിയ സിനിമകളിലൂടെ പ്രഭാസ് സ്വയം പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. മിർച്ചിയാണ് പ്രഭാസിന്റെ കരിയറിലെ മറ്റൊരു മൈൽ സ്റ്റോൺ. പിന്നാലെയാണ് ബാഹുബലി സിനിമകളിലൂടെ അപ്രതീക്ഷിതമായ രീതിയിൽ പ്രഭാസിന്റെ ഉയർച്ചയുണ്ടാകുന്നത്. പാൻ ഇന്ത്യൻ നടൻ എന്ന നിലയിൽ തെലുങ്ക് സിനിമാ ലോകത്തെ തന്നെ പിടിച്ചുയർത്തുകയായിരുന്നു പ്രഭാസ്. ഇതുവരെ ഒരു തെലുങ്ക് സൂപ്പർ താരത്തിനും തൊടാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് അദ്ദേഹം റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. തെലുങ്ക് സിനിമയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിയ സിനിമയായിരുന്നു ബാഹുബലി. രാജമൗലി ഒരുക്കിയ അത്ഭുതത്തിലൂടെ ബോക്സ് ഓഫീസ് ചരിത്രം പ്രഭാസിന് വേണ്ടി തിരുത്തി എഴുതപ്പെട്ടു. ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, US എന്നിവിടങ്ങളിലൊക്കെ പ്രഭാസിന്റെ താരമൂല്യം കൂടി. ആ ഹൈപ്പിൽ നിൽക്കുമ്പോഴാണ് സാഹോ എന്ന സിനിമ വരുന്നത്. ബാഹുബലി താരത്തിന്റെ സിനിമ എന്നതിനാൽ ഗംഭീര സ്വീകരണം ഇന്ത്യയിലും പുറത്തുമെല്ലാം സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ആ പ്രതീക്ഷ നിലനിർത്താൻ സിനിമയ്ക്ക് സാധിച്ചില്ല. സാഹോ പരാജയപ്പെട്ടു. എന്നാൽ അപ്പോഴും ആരാധകർക്ക് പ്രഭാസിനോടുള്ള ഇഷ്ടവും താരമൂല്യവും ഒന്നും ഇടിഞ്ഞില്ല. മറ്റൊരു ബാഹുബലിയായി പ്രഭാസ് ഉയർന്നു വരും എന്ന് തന്നെയായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷ. പക്ഷേ ബാഹുബലി സൃഷ്ടിച്ച ഹൈപ്പ് പിന്നീട് ടച്ച് ചെയ്യാൻ മറ്റൊരു സിനിമയിലൂടെ പ്രഭാസിന് സാധിച്ചില്ല എന്നതാണ് സത്യം. സാഹോയ്ക്ക് ശേഷം വന്ന രാധേശ്യാം, ആദിപുരുഷ് എന്നീ സിനിമകളും പരാജയപ്പെടുകയായിരുന്നു. സലാർ മെച്ചപ്പെട്ട അഭിപ്രായവും ബോക്സ് ഓഫീസ് കളക്ഷനും നേടിയെങ്കിലും ഒരു വൻ തിരിച്ചുവരവായിട്ടില്ല. ബാഹുബലിക്ക് മേലെ പോയാൽ മാത്രമേ പ്രഭാസിന് ഇനി കരിയറിൽ അടുത്ത ബ്രേക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. കൽക്കി അങ്ങനെ ഒരു ബ്രേക്ക് ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.